വേദയുടെ വീട്ടിൽ നിന്നും മുത്തശ്ശിയും പത്മയും കൂടെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പത്മ നല്ല സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി പത്മം, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പത്മ പറയുന്നുണ്ട്, അത്ര വലിയ തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ അമ്മേ. മകൾക്ക് വീട്ടു സാധനങ്ങളുമായി ചെല്ലുന്നത് ഒരു നാട്ടു നടപ്പെന്നല്ലേ അമ്മ നമ്മൾ പറഞ്ഞത്. പക്ഷെ അവർ നമ്മളെ അപമാനിച്ചല്ലേ അമ്മ പറഞ്ഞു വിട്ടത്. പക്ഷേ നീ വേദ പറഞ്ഞത് കേട്ടതല്ലേ, അവർ ആത്മാഭിമാനം നമ്മൾ ചോദ്യം ചെയ്തു എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പെരുമാറിയതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പത്മ പറയുന്നുണ്ട്, അത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്തതല്ലേ. അപ്പോൾ അമ്മ പറയാണ്, അതെ ശരിയാണ്, ആ കുടുംബത്തിൻ്റെ അഭിമാനം അവരും കാണിച്ചു എന്ന് കരുതിയാൽ മതി. എനിക്കാണ് പത്മം തെറ്റുപറ്റിയത്. നമ്മൾ ഇത്ര തിരക്ക് പിടിക്കാൻ പാടില്ലായിരുന്നു. ആ കമല പറഞ്ഞത് നീ ശ്രദ്ധിച്ചില്ലേ മോളെ? അവർ വേദയെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അധികം വൈകാതെ എല്ലാവരും അവരെ സ്വീകരിക്കും. ഇപ്പം ചെയ്യാൻ നമുക്ക് പറ്റാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പം ചെയ്യാം. നീ സമാധാനമായിട്ടിരിക്കുക പത്മം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം നമുക്ക് പോകുമ്പോൾ തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നീട് മാഷിനെയും കമലാമ്മയാണ് കാണിക്കുന്നത്. കമലാമ്മ ഒരു ഗ്ലാസ് സംഭാരവുമായി മാഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇതാ മാഷി എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, ഇതെന്താന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് സംഭാരമാണെന്ന് കമലാമ്മ പറയുന്നുണ്ട്. അതിന് ഞാൻ നിന്നോട് സംഭാരമൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് മാഷ് പറയുകയാണ്. അത് ശ്രീജ കലക്കിയതാണ് മാഷേ, അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് മാഷിന് എടുത്തുകൊണ്ട് വന്നതാണെന്ന് കമലാമ്മ പറയുന്നുണ്ട്. അതോ അവർക്ക് മുന്നിൽ ഉത്തരം മുട്ടിപ്പോയതുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് മാഷ് ചോദിക്കുകയാണ്. എന്താ മാഷ ഇങ്ങനെ? ചെറിയവൻ പറഞ്ഞാലും ചെവിട്ടിൽ കേൾക്കണമെന്ന് മാഷ് തന്നെയല്ലേ പറയാറ്? ആ കുട്ടി പറഞ്ഞത് മാഷിനെ തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണമെന്ന് ആ കുട്ടി പറഞ്ഞില്ലേ? മാഷ് അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കും മനസ്സിലാവും. ഞാൻ തെറ്റ് പറയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അവളുടെ മുത്തശ്ശിയും അമ്മയും നമ്മളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല അതും കൊണ്ടാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്ന് കമല പറയുമ്പോൾ, ഓ അതൊക്കെ അപ്പം ഞാൻ സ്വീകരിക്കണം എന്നാണോ കമല പറയുന്നത് മാഷ് ചോദിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല. നമ്മുടെ മകൻ്റേത് ഒരു യഥാർത്ഥ വിവാഹമാണെന്ന് നിങ്ങളും അവനും അംഗീകരിക്കുന്നവരെ ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് കമലാമ്മ പറയുകയാണ്. അപ്പോൾ അത് നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് മാഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അറിയില്ല മാഷേ, ഇങ്ങനെയെല്ലാം സംഭവിച്ചത് നമ്മൾ വിചാരിച്ചിട്ടല്ലല്ലോ. ആ കുട്ടി പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും മാഷിന് വിഷമം ബാക്കിയുണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കെന്ന് കമലാമ്മ പറയാന്ന്. അതിന് എനിക്ക് വിഷമമുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് മാഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമലാമ്മ പറയാണ്, ഈ മുറിയിൽ നിങ്ങളിങ്ങനെ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണെന്ന് എനിക്കറിയാലോ എന്ന് കമലാമ്മ പറയുകയാണ്. പക്ഷേ ഞാൻ വിഷമം കൊണ്ടല്ല കമലേ ഇവിടെ വന്നിരുന്നത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ അല്പം കൂടി മര്യാദയോടെ അവരോട് പെരുമാറേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരിയോടുകൂടി മാഷ് കമലാമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ കമലാമ്മയ്ക്ക് അത്ഭുതമാവുക കേട്ടോ, മാഷ് എന്താ ഇങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി ഇങ്ങനെ വാക്ക് പറഞ്ഞത് കേട്ടിട്ട് കമലാമ്മയ്ക്കും സന്തോഷമാവുകയാണ്. മാഷ് സംഭാരം വാങ്ങി കുടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും വിനായകനെയുമാണ്. നന്ദിനി പറയുന്നുണ്ട്, എന്നാലും എൻ്റെ വിനയേട്ടാ, ഇതിന് പറയുന്നതേ അഭിമാനം എന്നല്ല ദുരഭിമാനം എന്നാണ്. ഓ ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് കഷ്ടമായിപ്പോയി എന്ന് വിനായകൻ പറയാണ്. അപ്പം നന്ദിനി പറയുന്നുണ്ട്, ഓ നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അല്ലടി ആ പിന്നെ ഇത്രയും കാശിന് വാങ്ങിയ സാധനങ്ങളെല്ലാം അത് നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ അത് മറിച്ച് വിട്ട് കുറച്ച് കാശ് അതിൽ നിന്നും ഉണ്ടാക്കാമായിരുന്നു എന്ന് പറയുകയാണ്. എന്തായാലും എൻ്റെ വിനയേട്ട ഒരു ബമ്പർ അടിച്ചെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഈ പണി ചെയ്ത് എൻ്റെ നടു പൊളിഞ്ഞു, എനിക്കിനി വയ്യ പണിയെടുക്കാമെന്ന് പറയായിരുന്നു. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അതിന് നീ എവിടെ നന്ദിനി ഇവിടെ പണിയെടുക്കുന്നത്? ഇവിടുത്തെ പണികളെല്ലാം നമ്മുടെ ശ്രീജേച്ചി അല്ലേ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നന്ദിനിക്ക് ചൂടാവുക കേട്ടോ. അവൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതിന് ഞാനിവിടെ പണിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഞാനിവിടെ പണിയെടുക്കുന്നുണ്ട്, നിങ്ങളൊക്കെ അത് അറിയാഞ്ഞിട്ടാന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം നശിപ്പിച്ചത് നിങ്ങളുടെ അച്ഛൻ ഒറ്റയാളാ, സ്വന്തമായിട്ടൊരു ഗതിയുമില്ല, എന്നാലോ അഹങ്കാരത്തിനൊരു കുറവുമില്ല എന്ന് നന്ദിനി പറയാണ്.
എനിക്ക് ഭയങ്കര ദേഷ്യം വന്നതാണ് വിനയേട്ടാ. പക്ഷെ അതെനിക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതങ്ങ് വിളിച്ച് വർഷയോട് പറഞ്ഞു. വർഷയും കുടുംബമൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. അവരെല്ലാവരും അറിയട്ടെ വിനയേട്ടാ എന്ന് നന്ദിനി പറയാണ്. ഓ, ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നീ അവിടെയെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയല്ലോ, അതെന്തായാലും നന്നായിന്ന് വിനായകനും പറയുന്നുണ്ട്. പിന്നീട് വിശ്വവും ശ്രീജയും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ശ്രീജ വിശ്വത്തോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് രാവിലെ വേദയുടെ വീട്ടുകാർ ഇവിടെ സാധനങ്ങളുമായി വന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ വിശ്വേട്ടാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വം പറയുന്നത്, അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെയാണെങ്കിൽ വേദ അച്ഛനോട് ചോദിച്ചത് ശരിയാണോ? നന്ദിനി പറയുന്നത് വേദ പറഞ്ഞത് തെറ്റാണെന്നായിരുന്നു എന്ന് നന്ദിനി ശ്രീജ ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ വേദ ചോദിച്ചത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. എന്തായാലും അച്ഛൻ്റെ മുന്നിൽ വെച്ചിട്ട് അവർക്കത് ശരിയാണെന്ന് തോന്നിയേക്കാം. പക്ഷെ അച്ഛനത് തെറ്റായിട്ടാണ് തോന്നിയത്. എന്തായാലും വേദ അപ്പോൾ ഒന്നും അവളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒന്നും വേദ ചോദ്യം ചെയ്തില്ലല്ലോ. അവരെല്ലാം പോയതിന് ശേഷം നമ്മൾ മാത്രമുള്ള സമയത്തല്ലേ വേദ അങ്ങനെ അച്ഛനോട് സംസാരിച്ചത്. അതിലൊരു തെറ്റായിട്ടും എനിക്ക് തോന്നുന്നില്ല എന്ന് വിശ്വം പറയാണ്. ഇത്രയും അഭിമാനമുള്ള അച്ഛൻ്റെ മോന് ഇങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് വിശ്വത്തെ നോക്കി ശ്രീജ പറയുകയാണ്. അപ്പോൾ വിശ്വം ഒന്ന് വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നീട് ശ്രീജ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തി ജോലിക്ക് പോകണം. എന്നിട്ട് വേണം നമ്മുടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. നിങ്ങളുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മോളെ ഞാൻ അവിടെ ആക്കിയത്, എൻ്റെ വീട്ടിലാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെന്താ ശ്രീജ, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി നമ്മുടെ മോളെ കാണാറുണ്ടല്ലോ എന്ന് പറയുകയാണ് വിശ്വം. പിന്നെ പത്മയും മുത്തശ്ശിയും കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടിലുള്ളവരെല്ലാം ദേഷ്യം വന്നിരിക്കുകയാണ്. ശങ്കരനാരൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, പോയ കാര്യമെല്ലാം ഭംഗിയായി നടന്നു അമ്മയെന്ന് ചോദിക്കുകയാണ്. അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്. എന്നെ നാണം കെടുത്തിയാൽ നിങ്ങൾ അടങ്ങുമല്ലേ? ഇനി വീട്ടിൽ നിന്നും ഒരാൾ പോലും ആ വീട്ടിലേക്ക് കാല് കുത്തരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? പക്ഷെ നിങ്ങളത് അനുസരിക്കില്ല അല്ലേ എന്ന് ശങ്കരനാരായണൻ ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ അങ്ങനെ പറഞ്ഞാലും എനിക്കങ്ങനെ അവളോട് കാണിക്കാൻ കഴിയില്ല, വേദം നമ്മുടെ മോളല്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. ഇത് കേട്ട് ശ്രീനി ചോദിക്കുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് സമാധാനമായില്ലേ? ആ മാഷ് അവിടെ നിന്ന് മാട്ടി ഇറക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ശ്രീനിയേട്ടനും അച്ഛനും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയി സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തില്ലേ മുത്തശ്ശി? എന്തായാലും നിങ്ങൾക്ക് നല്ല ബുദ്ധി തന്നെയാട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോയത് ഗുണമായി. ആ വീട്ടിൽ നിന്ന് ഞാനിന്ന് തിരിച്ചു പോകുന്നത് മാനവും അഭിമാനവുമുള്ള ഒരു വീട്ടിലേക്കാണ് എൻ്റെ മോള് പോയത് എന്നുള്ള ഒരു അഭിമാനത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പറയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, മതി അമ്മേ, വെറുതെ നുണ പറഞ്ഞ് ഫലിപ്പിച്ച് എൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശി പറയാണ്, ശങ്കര, എല്ലാം ഉപേക്ഷിച്ച് അവൾ പോയത് ഒരു ഗതികെട്ട വീട്ടിലേക്കാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നീ പറയാറുണ്ടല്ലോ. അത് ഞാനും ശരിയാണെന്ന് കരുതിയിരുന്നു. ആ വീട്ടിലേക്ക് കുറേ സാധനങ്ങളുമായി പോയത് ആ തോന്നൽ കൊണ്ട് തന്നെയാണ്. പക്ഷേ മനുഷ്യനെ മനസ്സിലാക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള അളവുകളല്ല അവരുടെ കയ്യിലുള്ളതെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, നാണം കെട്ട് മടങ്ങിയതും പോരാ, എന്നിട്ട് ന്യായം പറയുകയാണല്ലേ എന്ന്. മുത്തശ്ശി പറയുകയാണ്, ആരാടാ നാണം കെട്ട് മടങ്ങിയത്? ഞങ്ങൾ നാണം കെട്ട് മടങ്ങിയതൊന്നുമല്ല. അങ്ങനെയാണോ മടങ്ങിയെന്ന് നിൻ്റെ അമ്മയോട് ചോദിക്കുകയെന്ന് പറയാണ്. കാശിനോടുള്ള ആർത്തി കൊണ്ടാണ് വേദയെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നീയല്ലേടാ പറഞ്ഞത്. പക്ഷേ വിക്രമിന് നീ കൊടുത്ത കാശ് അവൻ നിൻ്റെ മുഖത്തേക്ക് പുല്ലുപോലെ വലിച്ചെറിഞ്ഞില്ലേ? കാശിനോട് ആർത്തി ഉണ്ടെങ്കിൽ വിക്രം അതന്ന് നിനക്ക് തിരിച്ചു തരില്ലായിരുന്നു. അവൻ്റെ വീട്ടുകാരും അവനെപ്പോലെ അഭിമാനിയാണെന്ന് എനിക്കിന്ന് മനസ്സിലായി. എനിക്ക് സന്തോഷമായി എന്ന് മുത്തശ്ശി പറയുകയാണ്. പിന്നീട് പത്മ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ മോളിനി തിരിച്ചു വന്നില്ലെങ്കിലും അവൾക്കവിടെ സമാധാനമായൊരു ജീവിതമുണ്ടായും. അതെനിക്കിന്ന് മനസ്സിലായി എന്ന് പറയുകയാണ്. ഇനി എൻ്റെ മോളെ കാണാൻ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ പോയി കാണുമെന്ന് പറയുമ്പോൾ ശങ്കരനാരായണന് ദേഷ്യം വരുന്നുണ്ട്.
പിന്നീട് വിക്രമും കൂട്ടുകാരും മദ്യപിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വിക്രമിനോട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, അവളുടെ വേദിയുടെ വീട്ടുകാർ കുറച്ച് സാധനങ്ങളുമായി വന്നാൽ അത് സ്വീകരിക്കുന്നത് നിനക്കെന്തായിരുന്നു കുഴപ്പം? അത് അവൾക്ക് വേണ്ടി അവരുടെ ഫാമിലി കൊണ്ടുവന്നതല്ലേ, നീ എന്തിനാ അത് വേണ്ടാന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അവൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം എനിക്കത് വേണ്ടാന്ന് പറയാനുള്ള അധികാരമുണ്ടെന്ന് പറയുകയാണ്. പിന്നീട് അങ്ങോട്ട് രാധയുടെ അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ നന്നായി കുടിച്ചിട്ടാണ് വരുന്നത്. വിക്രമിനോട് പറയുന്നുണ്ട്, നീ തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോൾ എൻ്റെ മോളെ നീ വേണ്ടാന്ന് വെച്ചില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രമിൻ്റെ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ദേ അയ്യപ്പേട്ട, വേണ്ടാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയരുത്. വർക്ക്ഷോപ്പിൽ നിന്നും എന്തും പറയുന്നത് പോലെ ഇവിടെ അത് വേണ്ടാന്ന് പറയാണ്. എൻ്റെ മോൾക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായതാണ്. നീ കാരണമാണ് അവൾ പോവാണ്ടിരുന്നത്. എൻ്റെ മോൾ അങ്ങനെ കുറേ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. എൻ്റെ കൈ കുറേ കാലമായി നിന്നെ തരാൻ വേണ്ടിയിട്ട് തരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്ന് വിക്രമിനെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് പൊക്കുക കേട്ടോ. എൻ്റെ മോളുടെ ജീവിതം നീ നശിപ്പിച്ചില്ലേടാ നീ പറഞ്ഞിട്ട് രാധയുടെ അച്ഛൻ ദേഷ്യം വന്ന് ഇങ്ങനെ പറയുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ വിക്രം എന്തെന്ന് ചെയ്യുന്നത് വെച്ചാൽ രാധയുടെ അച്ഛനെ പിടിച്ചങ്ങ് തള്ളുകയാണ്. അയാൾ അങ്ങോട്ട് പോയി വീഴുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാം പറയും, വിക്രം നീ പോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പുറത്തേക്ക് ആക്കുകയാണ്.